ബലാത്സംഗ കേസിലെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ അതിജീവിതയെ കക്ഷി ചേർത്ത ഹൈക്കോടതി. മറുപടി സത്യവാങ്മൂലം നൽകാൻ അതിജീവിതയ്ക്ക് 2 ആഴ്ചത്തെ സാവകാശവും കോടതി നൽകി. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് തടഞ്ഞ നടപടി ഈ മാസം 21 വരെ നീട്ടി. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായിട്ട്. വിഷ്ണു, ഈ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനമെടുക്കും മുൻപ് തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കൂടി കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടാണല്ലോ ഇതിൽ കക്ഷി ചേരാൻ അതിജീവിത രംഗത്ത് വന്നിരിക്കുന്നത്. അത് കോടതി ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നു. മറുപടി സത്യവാങ്മൂലം നൽകാൻ വേണ്ടിയുള്ള സമയം നിശ്ചയിച്ച് നൽകിയിരിക്കുന്നു. എന്തൊക്കെയാണ് കോടതി ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്ന നടപടി? അറസ്റ്റിനുള്ള വിലക്ക് തുടരുമെന്നുള്ള വിവരം കൂടി വരുന്നുണ്ട്. എന്താണ് വിശദാംശങ്ങൾ? രാഹുൽ മാങ്കൂട്ടത്തിലെ ആദ്യ ബലാത്സംഗ കേസിൽ 3-ാം തവണയാണ് മുൻകൂർ ജാമ്യാപേക്ഷയുടെ ഹർജി ഹൈക്കോടതിക്ക് മുമ്പാകെ എത്തുന്നത്. ആദ്യ 2 തവണയും നോട്ട് ടു അറസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് നൽകിയിരുന്നു. ഇത്തവണയും 21-ാം തീയതി വരെ രാഹുലിന്റെ അറസ്റ്റ് തടയുകയാണ് ഹൈക്കോടതി ചെയ്തത്. പക്ഷേ ഇത്തവണ ഒരു വ്യത്യാസമുള്ളത്, ഇന്നലെയാണ് ഈ കേസിലെ പരാതിക്കാരി ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ കേസിൽ രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനമെടുക്കുന്നതിന് മുൻപ് തന്നെ കൂടി കേൾക്കണം എന്നാണ് അതിജീവിത പറഞ്ഞത്. അതിൽ പ്രധാനമായി ചില കാര്യങ്ങൾ 4 പോയിന്റുകൾ അവർ റിട്ട് പെറ്റീഷനിൽ വ്യക്തമാക്കുകയും ചെയ്തു. അതിൽ 2 പോയിന്റുകൾ: ഒന്ന്, തനിക്ക് സമാനതകളില്ലാത്ത സൈബർ ആക്രമണം നേരിടുന്നുണ്ട്, തന്നെ കൂടി ഈ പരാതിയുടെ ഭാഗമായുള്ള കാര്യങ്ങൾ തന്റെ ഭാഗം കൂടി കേൾക്കണം. ഒപ്പം രാഹുൽ പുറത്തിറങ്ങിയാൽ, ആന്റിസിപ്പേറ്ററി ബെയിലെങ്ങാനും ലഭിച്ച് രാഹുൽ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ തന്നെ ജീവന് തന്നെ ഭീഷണിയുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് പരാതിക്കാരി റിട്ട് പെറ്റീഷനിൽ നൽകിയത്. അതിപ്പോൾ കോടതി അംഗീകരിച്ചിരിക്കുന്നു, അവരെ കക്ഷി ചേർത്തു. ഇനി അവർക്ക് അവരുടെ സത്യവാങ്മൂലം വിശദമായി എന്താണോ പറയാനുള്ളത് അത് സത്യവാങ്മൂല രൂപത്തിൽ ഹൈക്കോടതിയിൽ സമർപ്പിക്കാൻ 2 ആഴ്ച സമയം നൽകിയിട്ടുണ്ട്. 21-ാം തീയതി കേസ് പരിഗണിക്കുമ്പോൾ ഈ അതിജീവിത കൂടി കേട്ട ശേഷമായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിലെ ആദ്യ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷയുടെ തീരുമാനം എടുക്കുക. നേരത്തെ ഈ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ സെഷൻസ് കോടതി തള്ളിയിരുന്നു. അതിന് പിന്നാലെയാണ് രാഹുൽ ഹൈക്കോടതിയിലേക്ക് എത്തുകയും ചെയ്ത് 2 തവണ നോട്ട് ടു അറസ്റ്റ് നൽകി അതിന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് നൽകുകയും ചെയ്തിട്ടുണ്ട്. വിഷ്ണു സുരേഷ് ആണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.